ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും സെക്രട്ടറി അടക്കം 4 ജീവനക്കാർ സ്ഥലം മാറിപ്പോകുന്നു. സ്ഥലം മാറിപ്പോകുന്ന സെക്രട്ടറി ആർ ജയകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ നിതിൻ ടി വി, ജൂനിയർ സൂപ്രണ്ട് നിസ എം, ഓവർസിയർ സാന്റോ ജോർജ് എന്നിവർക്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് സംഘടിപ്പിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ സേവനം അവസാനിപ്പിച്ച് പുതിയ ലാവണങ്ങളിലേക്ക് പോവുകയാണ്. അതിൽ എല്ലാവർക്കും സൗകര്യമുള്ളത് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. സെക്രട്ടറിക്ക് കമ്പാരിറ്റീവ്ലി വളരെ മെച്ചപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. ജയസിന് പിന്നെ ചെറുപുഴയിൽ നിന്ന് എങ്ങോട്ട് പോയാലും അടുത്താണ്. അതുകൊണ്ട് തന്നെ പോകുന്ന സ്ഥലം അഴീക്കോടാണെങ്കിലും വളരെ അടുത്താണ് എന്നുള്ളൊരു സൗകര്യം. അസിസ്റ്റന്റ് എഞ്ചിനീയർ നിതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ ജീവിതത്തിലുണ്ടായ പുതിയൊരു മാറ്റവുമായി ബന്ധപ്പെട്ട് അതവർ മുമ്പേ തീരുമാനിച്ചിരുന്ന ഓഫീസുകളിലും വളരെ മികച്ച ചെറുപുഴയിൽ നടത്തിയതുപോലെ വളരെ മികച്ച പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവാദ്യങ്ങൾ. സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം സന്തോഷത്തോടെയാണ് പോകുന്നത്. സ്വന്തം ജില്ലയിലേക്ക് കിട്ടിയ മാറ്റത്തെ ഓർത്ത് എയും അതുപോലെ തന്നെ ജയസ് വളരെ കുറച്ച് നാളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ 4 പേർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. 987 പഞ്ചായത്ത് ജീവനക്കാർ കോമൺ കെയറിൽ കൊണ്ടുവന്നത് മനസ്സിലാക്കണം. അതിനു മുമ്പ് എവിടെ തുടങ്ങിയോ അവിടെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് പഞ്ചായത്ത് ജീവനക്കാർക്കുണ്ടായിരുന്നത്. നിരവധി പോരാട്ടങ്ങളിലൂടെ NGO യൂണിയൻ്റെ മറ്റൊക്കെ നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് ഈ കോമൺ കെയർ നേടിയത്. അതിനുശേഷമാണ് 3 വർഷം ഒരു സ്ഥലത്ത് ഒരു ജീവനക്കാരനെ ജോലി ചെയ്യാനുള്ളത്. പിന്നീട് ഇഷ്ടപ്പെട്ടാൽ അല്ലാത്തതായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. മറ്റ് സർവീസിലെ ജീവനക്കാരെ അപേക്ഷിച്ച് പഞ്ചായത്തിലെ ജീവനക്കാരെന്ന് പറയുമ്പോൾ യാത്രാ സൗകര്യം മാത്രമല്ല നമ്മൾ നോക്കാറ്. അവിടുത്തെ ഭരണസമിതിയെ നോക്കണം, ജീവനക്കാരെങ്ങനെയുണ്ടെന്ന് നോക്കണം, നാട്ടുകാരെങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കപ്പെടുന്ന ഒരു പോസ്റ്റാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് ജീവന. ഏത് പോസ്റ്റ് ഇരുന്നാലും പഞ്ചായത്ത് ജീവനക്കാർക്ക് അങ്ങനെ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു നല്ല മികച്ച ഭരണസമിതി തന്നെയായിരുന്നു. ഒരു നല്ല ഭരണസമിതി എന്ന് വെച്ചാൽ ഒരു രീതിയിലും മുന്നാട്ടി ഒരു മെമ്പർമാരും ഒരു മുഷിഞ്ഞ് വർത്തമാനം പറയേണ്ടി വന്നിട്ടില്ല. എല്ലാവരും സൗഹൃദമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ പൂർണ്ണമായി എനിക്ക് വിശ്വസിക്കുന്ന എന്ത് പറഞ്ഞാലും ഞാൻ നന്നായിട്ട് വിശ്വസിക്കുമായിരുന്നു. കാര്യം എനിക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ എല്ലാവരും ആ ഒരു ആത്മാർത്ഥത്തോടെ സംസാരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരും പിന്നെ തെക്കരെ അപേക്ഷിച്ച് നോക്കിയാൽ നാട്ടുകാരും കുറച്ചുകൂടെ സൗമ്യരായ ആൾക്കാരാണ്. പറ്റാത്ത കാര്യങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ തന്നെ പോകുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ നിയമപരമായി വളരെ ലംഘനമാകുന്നു അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പരാതി വന്നാൽ ബുദ്ധിമുട്ടാകുന്ന കേസുകൾ മാത്രമാണ് നമ്മൾ പരമാവധി ചെയ്യാതെ പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 1 വർഷത്തിൻ്റെ അടുത്തായി ഇവിടെ വന്നിട്ട് സെപ്റ്റംബറിൽ ജോയിൻ ചെയ്തതാണ്. 1 വർഷം. ഈ 1 വർഷം കൊണ്ട് ഞാൻ ആദ്യമായി സർവീസ് കയറിയതാണ്. പുതിയൊരു അന്തരീക്ഷം, പുതിയ ആൾക്കാർ. അപ്പോൾ അതിൽ എനിക്ക് എന്താ പറയണ്ടേ, ഈ എല്ലാവരും പറഞ്ഞ പോലെ പദം വന്ന് ആയിട്ടില്ല. ഞാൻ ഈ നിയമത്തിൻ്റെ ഇതിൽ വന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ഞാൻ മാക്സിമം എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരും എനിക്ക് പേഴ്സണലി ഇത് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്നെ ഇവിടെ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നുണ്ട്. എനിക്ക് ആരുമായിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ സെക്രട്ടറി നല്ലൊരു കൂട്ടായിരുന്നു. ഞാൻ പൊതുവെ എല്ലാ സ്ഥലത്തും കേട്ട് സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ളൊരു അടിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പല പഞ്ചായത്തുകളിൽ അങ്ങനെ പ്രശ്നങ്ങൾ. പക്ഷേ ഇവിടെ അങ്ങനത്തെ വന്നതായിരുന്നു. എന്തായാലും ചെറുപുഴ ഓഫീസ് എനിക്ക് രാവിലെയും വൈകുന്നേരമുള്ള യാത്ര ഭയങ്കര ദുഷ്കരം തന്നെയായിരുന്നു. അതല്ലാതെ യാത്ര പ്രശ്നം ഒഴിച്ചെടുത്താൽ മറ്റൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. പിന്നെ ജയസ്ഥിതിയിൽ ജോലി ചെയ്യാൻ പറ്റിയ നല്ലൊരു പഞ്ചായത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരാം, അതുപോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ണൂർ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുകൊടുക്കാം. വന്നിട്ട് 3 വർഷവും 52 ദിവസമല്ലേ. സാഹചര്യത്തിൽ ഏറ്റവും അധികം ഇതിലും കൂടുതൽ വർക്ക് ചെയ്തൊരു മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി. 5.5 വർഷം. അതിന് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആലക്കോട് 2.25 വർഷം, 3 വർഷത്തിനടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ആലക്കോട് ഇതിനു മുമ്പ്.
ആലക്കോട് തന്നെ യാദൃശ്യമായിട്ട് പട്ടുവത്തേക്ക് എനിക്ക് പോകേണ്ടി വന്നു. പട്ടുവം പഞ്ചായത്തിലേക്ക്. അവിടെ ഒരു 2 ആഴ്ച ഞാൻ പോയിരുന്നു. ആ സമയത്താണ് ചെറുകിട പഞ്ചായത്തിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന്റെ തസ്തിക ക്രിയേറ്റ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഞാനത് ഗവൺമെന്റിലേക്ക് അറിയിക്കുകയും ഗവൺമെന്റ് എൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് സ്ഥലമാറ്റം തരികയും ചെയ്യാറ്. പിന്നെ വീണ്ടും ആലക്കോടേക്കാണ് പോകുന്നത്. ആലക്കോട് എനിക്ക് പരിചയമുള്ള പഞ്ചായത്ത് തന്നെയാണ്. ഇവിടെ 3 വർഷത്തിലധികം വർക്ക് ചെയ്തു. 3 വർഷമാണ് ശരാശരി ഒരു ജീവനക്കാരന് ഒരു പഞ്ചായത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ പരമാവധി ശരാശരി സാഹചര്യം. വളരെ യാദൃശ്ചികമായി വന്നു. അതുപോലെ തന്നെ വളരെ ആശങ്കയോടുകൂടിയാണ് വന്നത്. സ്വന്തം നാട്ടിൽ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം. അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.